ഐഡിയേഴ്സ് നമ്മൾ 2024 ബി ടെക്കിൻ്റെയും അതുപോലെ തന്നെ ബി ആർക്കിൻ്റെയും ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് അഡ്മിഷൻ കഴിഞ്ഞതാണല്ലേ. അതിനുശേഷം സീറ്റുകൾ വേക്കൻസി വരെ, അതായത് മെഡിക്കൽ അലോട്ട്മെൻറ്റുകൾ വന്ന് സീറ്റുകൾ വേക്കൻസി വരെയൊക്കെ ചെയ്തതുകൊണ്ട് AICT നമ്മൾക്ക് വീണ്ടും ആ സീറ്റുകൾ ഫില്ല് ചെയ്യുന്നതിനും ഒക്കെ സമയം തന്നു. അപ്പോൾ 23/10/2024 മുമ്പായിട്ട് ഇതുപോലുള്ള സീറ്റുകളൊക്കെ ഫില്ല് ചെയ്ത് ക്ലാസ്സുകൾ ആരംഭിക്കാം എന്നാണ് AICT ഡേറ്റ് നീട്ടിയിട്ട് പറഞ്ഞത്. ആ സർക്കുലർ നമ്മൾ പറഞ്ഞതായിരുന്നു. അതിനുശേഷം SCTയുടെ സ്പോട്ട് അലോട്ട്മെൻറ്റ്, അതായത് ഇത് 3-ാം തീയതി ആയിരുന്നു നടന്നത് SCTയുടെ സ്പോട്ട്. സോ ആ ഒരു ടൈമിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു നമുക്ക് DTയുടെ അണ്ടറിൽ വരുന്ന 9 ഗവൺമെൻറ് കോളേജുകൾ, നിങ്ങൾക്കറിയാലോ ഏതൊക്കെയാണ്. നമുക്ക് ഇടുക്കി തുടങ്ങി വയനാട് തുടങ്ങി CT വരെയുള്ള കോളേജുകളും അതുപോലെ തന്നെ 3 എയ്ഡഡ് കോളേജ്, MA കോളേജ്, NSS, അതുപോലെ തന്നെ TKM, ഈ 3 എയ്ഡഡ് കോളേജ് ഉൾപ്പെടെ 12 കോളേജുകളിലെയും സ്പോട്ട് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അതിനെപ്പറ്റി അന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടായില്ല. ഈ ഒരു വീക്ക് നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ നോട്ടീസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ DTയുടെ ആ ഒരു കീഴിലുള്ള കോളേജുകളുടെ കാര്യം പറഞ്ഞേക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള, അതായത് DTയുടെ കീഴിലുള്ള ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നമ്മളുടെ ബി ടെക്കിൻ്റെയും ബി ആർക്കുകളുടെയും ഒഴിവുകളിലേക്ക് 16/10/2024 ശേഷം അതാത് സ്ഥാപനങ്ങൾ സ്പോട്ട് അഡ്മിഷൻ വഴി പ്രവേശനം നടത്താനാണ് പറഞ്ഞേക്കുന്നത്. അതായത് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത് ഒരു സെൻട്രലൈസ്ഡ് സ്പോട്ട് അലോട്ട്മെൻ്റ് ആയിട്ട് DT അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജിൽ വെച്ചിട്ട് ഈ പറയുന്ന 12 കോളേജുകളിലെയും സീറ്റുകൾ ഫില്ല് ചെയ്യുന്ന ഒരു സെൻട്രലൈസ്ഡ് സ്പോട്ടല്ല. പകരം അതത് കോളേജ്, ഇപ്പോൾ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിലുള്ള വേക്കൻസി ഫില്ല് ചെയ്യുന്നത് തൃശ്ശൂർ വെച്ചിട്ട്, MA കോളേജിലാണ് വേക്കൻസി എങ്കിൽ MA കോളേജിൽ വെച്ചിട്ട്, CETയിലാണ് വേക്കൻസി ഉള്ളെങ്കിൽ അവിടെ വെച്ചിട്ട്. അപ്പോൾ എല്ലാ കോളേജിലും വേക്കൻസികളുണ്ട്. എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ആ വേക്കൻസി ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യും. അപ്പോൾ അങ്ങനെ അതത് കോളേജ് വെച്ചിട്ടാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ 16-ാം തീയതിക്ക് ശേഷം എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ പക്ഷേ നിങ്ങൾ റെഗുലർ വൈസിൽ വെബ്സൈറ്റ് നോക്കണം ഇൻസ്ട്രക്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ 16/10/2024 ശേഷം സ്ഥാപനങ്ങൾ സ്പോട്ട് അഡ്മിഷൻ വഴി പ്രവേശനം നടത്തി 23/10/2024 പ്രവേശന നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് എന്ന് എല്ലാ അതായത് ഇത് പ്രിൻസിപ്പൽമാർക്കുള്ള ഒരു ലെറ്ററും കൂടിയാണ്, നമുക്കും ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. DT ഇൻസ്ട്രക്ഷൻ കോളേജിൽ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കുന്നുണ്ട്. സോ അത് പറഞ്ഞിരിക്കുന്നത് ഒഴിവുകളുടെ എണ്ണം, അതായത് എത്ര സീറ്റ് വേക്കൻസി ഉണ്ട്, സ്പോട്ട് അഡ്മിഷൻ നടത്തുന്ന തീയതി, പിന്നെ ഇതെല്ലാ കാര്യങ്ങളും അതത് കോളേജിൻ്റെ വെബ്സൈറ്റിൽ കൊടുക്കണം എന്നാണ്. പിന്നെ പ്രമുഖ ദിനപത്രങ്ങളിലും മാധ്യമങ്ങളിലും DTയുടെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കേണ്ടതാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതത് കോളേജിൻ്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ DTയുടെ വെബ്സൈറ്റ് നോക്കുക. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ന്യൂസ് പേപ്പറിലും ഒക്കെ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറ്റുന്ന പോലെ പറയാം. പക്ഷേ നിങ്ങൾ വെബ്സൈറ്റുകൾ നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ SCTയുടെ സ്പോട്ട് നടത്തുന്ന കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ഇതുപോലെ തന്നെ മറ്റു കോളേജുകളും, എനിക്കവിടെ LBS പൂജപ്പുര അതിൻ്റെ ഇടയ്ക്ക് സ്പോട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വെബ്സൈറ്റ് നോക്കിയിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാ കോളേജുകളും ഈ പറയുന്ന ഡേറ്റുകളിലൊക്കെ സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ നടത്തും. സോ നിങ്ങൾ അതത് കോളേജിൻ്റെ വെബ്സൈറ്റ് നോക്കണം. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾ സ്പോട്ടിൽ പങ്കെടുത്തു, നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയാൽ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും ആ ഒരു ടൈമിൽ. അതിൻ്റെ ഇൻസ്ട്രക്ഷൻ നമ്മൾ കഴിഞ്ഞ സ്പോട്ടിലുണ്ടായ ഇൻസ്ട്രക്ഷൻ തന്നെ ആയിരിക്കും. പിന്നെ നിങ്ങൾക്കിനി കുറേ പേര് അവിടെ നിന്ന് പോകുന്നു, ഞങ്ങളുടെ ഫീസ് തിരിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞു. സോ നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് നടന്നതിന് ശേഷം അവർ വേക്കൻസി ലിസ്റ്റ് ഇടും, അതിന് ഫില്ലിംഗ് സീറ്റും ലിസ്റ്റൊക്കെ അവരിടാറുണ്ട്. സോ ഈ പറയുന്ന ഡേറ്റിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ആ കോളേജിൽ, ഇപ്പോൾ ആ ഡേറ്റ് ആവണം എന്നില്ല, അപ്പോൾ ചിലപ്പോൾ അവർ പറയും ഞങ്ങളുടെ സ്പോട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സീറ്റുകൾ ഫില്ലാവട്ടെ, എന്നിട്ട് നിങ്ങൾ പോയ ആ ഒരു സീറ്റ് ഫില്ലായതിനു ശേഷം നിങ്ങളുടെ ഫീസ് സ്ട്രക്ചർ തരാമെന്ന് പറയും. അപ്പോൾ അതൊക്കെ കോളേജ് അല്ലെങ്കിൽ DT ഒക്കെയാണ് തീരുമാനിക്കുന്നത്. അതിനെ പറ്റിയിട്ടൊന്നും ഒരു ഇൻസ്ട്രക്ഷൻ ഇപ്പോൾ വന്നിട്ടില്ല നിലവിൽ. നിങ്ങൾക്ക് അതത് കോളേജായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അവിടെ നിന്ന് അവർക്ക് മേ ബി ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല, കാരണം ഇപ്പോൾ നോട്ടീസ് ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതത് കോളേജായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് അങ്ങനെ ഫീസ് കിട്ടാനുള്ളവരൊക്കെ അത് വാങ്ങാം. കാരണം എന്തായാലും ഇപ്പോൾ അഡ്മിഷൻ ഡേറ്റ് 23/10/2024 വരെയൊക്കെ നീട്ടിയിട്ടുണ്ട്. സോ അവരുടെ സീറ്റുകൾ ഫില്ല് ആവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഗവൺമെൻറ് കോളേജുകളും അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളൊക്കെ എന്തായാലും സ്പോട്ട് നടത്തും.
പ്രൈവറ്റ് കോളേജുകളുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അവർ ഓൾറെഡി സ്പോട്ടൊക്കെ നടത്തിയതുകൊണ്ട് ഇനി അല്ലെങ്കിൽ എനിക്കറിയില്ല പ്രൈവറ്റിൻ്റെ കാര്യം കേട്ടോ. അത് ഞാൻ പറയുന്നത് ഗവൺമെൻറ് എയ്ഡഡ്, ഗവൺമെൻറ് കൺട്രോൾ, സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെല്ലാം തന്നെ ഈ പറയുന്ന വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ടുള്ള സ്പോട്ടുകൾ നടത്താനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ അതിൻ്റെ വെബ്സൈറ്റ് നോക്കുക. പിന്നെ നിങ്ങൾ എവിടെന്നെങ്കിലും പോകുന്നതിൻ്റെ ഫീസ് അഡ്മിഷൻ ക്ലോസ് ചെയ്തു എന്ന കാരണത്താൽ നിങ്ങൾക്ക് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി അവരെ വീണ്ടും അപ്രോച്ച് ചെയ്യാം. കാരണം വീണ്ടും അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ അവരുടെ സീറ്റിലേക്ക്, നിങ്ങൾ പോകുന്ന സീറ്റിലേക്ക് വേറൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീസ്, അതായത് AICT അങ്ങനെ ഒരു ലിക്വിഡേറ്റഡ് ഡാമേജ് ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങൾ പോകുന്ന സീറ്റ് ഫില്ല് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫീസ് കിട്ടാം എന്നുള്ളതാണ്. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. നിങ്ങൾ ആ കോളേജായിട്ട് തന്നെ സംസാരിക്കുക കേട്ടോ. അത് കുറേ പേര് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടു. കാരണം നമ്മൾ പോന്നു കഴിയുമ്പോൾ നമ്മുടെ സീറ്റിൻ്റെ ആ ഒരു ഫീസ്, അവർ ചിലപ്പോൾ സെക്കൻഡ് ഇയർ വേറെ ആൾ പോകും, പക്ഷേ ആ ഫസ്റ്റ് ഇയറിലെ ഫീസ് നമുക്ക് തരാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് മാന്യമായ രീതിയിൽ ചോദിക്കുക. നമ്മുടെ സീറ്റ് ഫില്ലാവുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും അവർ ഫീസ്, അതായത് ഇത് ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾ അല്ലേ, അപ്പോൾ ആ കോളേജിന് ആ ഒരു ഫീസ് പിടിച്ചു വെച്ചിട്ട്, അല്ലെങ്കിൽ ആ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ആ ഫീസ് പിടിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല, അദ്ദേഹത്തിനൊരു നേട്ടമില്ല. സോ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഫീസാണെങ്കിൽ അദ്ദേഹം അത് തരും, അതിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. സീറ്റ് ഫില്ലാവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അവർക്ക് ഇൻസ്ട്രക്ഷനും കിട്ടണം, അദ്ദേഹത്തിന് പേഴ്സണലി അതെടുത്ത് തരാം അങ്ങനെയൊന്നുമില്ല. ഇതിനൊക്കെ ഓരോ ഇൻസ്ട്രക്ഷൻസും ഓരോ ഇതൊക്കെ വരണം. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് മാന്യമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുക. സോ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫീസ് റിട്ടേൺ എഴുതി കിട്ടുന്നതായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞത് കുറേ പേര് അവിടെ നിന്ന് പോന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ്, ഫീസ് തന്നില്ല എന്ന് കുറേ കമൻറ്റ്സ് കണ്ടു. സോ അതുകൊണ്ടാണ് പറഞ്ഞത്. വീണ്ടും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത് മേ ബി നിങ്ങൾക്ക് ആ ഫീസ് കിട്ടാനുള്ള, നിങ്ങളുടെ സീറ്റ് ഫില്ല് ആവുകയാണെങ്കിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്, താങ്ക് യു.